നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUCയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭയ്ക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം C. വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ധർണാ സമരം AITUC സംസ്ഥാന കൌൺസിൽ അംഗം C. വിജയൻ ഉദ്ഘാടനം ചെയ്തു. അതിനാവശ്യമായ സോഫ്റ്റ്വെയർ, അതിനാവശ്യമായ കമ്പ്യൂട്ടറുകളെല്ലാം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികൾ ഈ സെസ് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല. ഞങ്ങൾ ചോദിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് മാസത്തിന്റെ അവസാനം അല്ലെങ്കിൽ 1-ാം തീയതി ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പെൻഷൻ പറ്റിയാൽ നിങ്ങൾക്ക് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടാകും? ഞങ്ങളുടെ ക്ഷേമനിധിയിൽ നിന്ന് ഞങ്ങൾക്ക് 12 മാസം പെൻഷൻ ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രതിഷേധ വേദിയിലായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നുള്ളത്, ഈ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർ, ചിറ്റാരിപ്പറമ്പ്, അതുപോലെ നമ്മുടെ പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥന്മാർ, പാട്യം ഉൾപ്പെടെ കോട്ടയം ഉൾപ്പെടെ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോട്, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട്, കേരളത്തിലെ മുഴുവൻ പ്രദേശ സ്ഥാപനങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഈ സെസ് പിരിച്ചെടുക്കാൻ താല്പര്യം കാണിക്കണം. യൂണിയൻ സെക്രട്ടറി M. ദാസൻ അധ്യക്ഷത വഹിച്ചു. ആദ്യമായി വിതരണം ചെയ്തു വന്ന ക്ഷേമനിധി ബോർഡാണ്. ക്ഷേമനിധി ബോർഡിൽ 96-ൽ വന്ന കേന്ദ്ര സർക്കാരിന്റെ സെസ് പിരിവ് അത് 96 മുതൽ വന്നെങ്കിലും AITUC കൂത്തൂർ മണ്ഡലം സെക്രട്ടറി M. വിനോദൻ, പഴയടത്ത് മോഹനൻ, N. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയുള്ള സെസ് പിരിവ് ഊർജിതമാക്കുക, ക്ഷേമനിധി ബോർഡുകളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുക, സാമ്പത്തിക ആനുകൂല്യങ്ങളും പെൻഷനും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കൂത്തുപറമ്പിലും സമരം സംഘടിപ്പിച്ചത്. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.